وهل يرجى لأطفال كمال إذا ارتلعوا فديا ناقصات وهل يرجى لأطفال كمال إذا ارتلعوا فديا ناقصات വിവരമില്ലാത്ത അല്ലാഹുവിനെ പേടിയില്ലാത്ത ഉമ്മമാരുടെ മുലപ്പാല് കുടിച്ചു വളരുന്ന മക്കൾ നന്നാകുമെന്നോ പരിപൂർണതയിലെത്തുമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പഠിക്കാത്ത ഉമ്മമാര് അവരുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾ നന്നാവുമെന്ന പ്രതീക്ഷ വേണ്ട. അവര് നന്നാവൂല. അവരെ നന്നാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതം സൃഷ്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഉമ്മമാരെ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് മാതാപിതാക്കൾ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലേക്ക് പോകേണ്ട മാതാപിതാക്കൾ. എന്നാൽ ഇവിടെ തോന്നിവാസം ചെയ്ത് ജീവിച്ച മക്കള് നരകത്തിലേക്ക് പോകുമ്പോഴാണ് അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ, എവിടെയാണ് എന്റെ ഉപ്പ, എവിടെയാണ് എന്റെ ഉമ്മ? സ്വർഗത്തിലാണ്. അവര് സ്വർഗത്തിലോ? ഞാൻ വഴിപിഴക്കാൻ കാരണക്കാരായ, ഞാൻ മോശമാവാൻ കാരണക്കാരായ എന്റെ ഉമ്മയെയും എന്റെ ഉപ്പയെയും കാണിച്ചു താ. ലാ അദ്ഖുലുൽ ജന്ന ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ, എന്റെ ഉമ്മ എന്നെക്കാളും മുന്നിൽ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിലേക്ക് പോകൂല എന്ന് ഇവിടെ തെറ്റ് ചെയ്ത മക്കൾ നാളെ വാശി പിടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കേട്ടോ ഉമ്മമാരെ, കേൾക്കണം ഈ വിഷയം. നിങ്ങളിവിടെ നന്മ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് തസ്ബീഹ് ചൊല്ലി ഖുർആൻ ഓതി ജീവിച്ച നിങ്ങള്, നാളെ സ്വർഗത്തിലേക്ക് പോവേണ്ട നിങ്ങള്, ഇവിടെ കളിയും ആഭാസങ്ങളും കോപ്രാട്ടിത്തരങ്ങളും കാണിച്ചു നടന്ന മക്കള്, അവര് നാളെ നരകത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, അല്ലാഹുവേ, എവിടെയാണ് എന്റെ ഉപ്പ, എവിടെയാണ് എന്റെ ഉമ്മ? അവര് സ്വർഗത്തിലാണ്. ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ ഉപ്പ എന്നെക്കാളും മുമ്പ് നരകത്തിൽ കിടക്കാതെ, എന്നെ വഴിപിഴപ്പിച്ച എന്റെ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിലേക്ക് കിടക്കൂല എന്ന് മക്കളെ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർഗത്തിലേക്ക് പോവേണ്ട ഉപ്പമാരെ കൊണ്ടുവന്നിട്ട് മക്കളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചിട്ടുണ്ടോ? സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലാഹു നോക്കിയ ശേഷം പിഴവ് വന്നിട്ടുണ്ടെങ്കിലേ, പോരായ്മ വന്നിട്ടുണ്ടെങ്കിലേ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. അതുകൊണ്ട് നമ്മൾ മാത്രം നന്നായാൽ മതിയോ? പോരാ, മക്കളെ നന്നാക്കണം. പ്രായപൂർത്തിയെത്തുന്നത് വരെ അവർക്ക് നന്മയും സംസ്കാരവും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രായപൂർത്തി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം നിങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. അവർ തെറ്റ് ചെയ്താൽ നിങ്ങൾ ഉത്തരവാദിയല്ല. പ്രായപൂർത്തിയെത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കേണ്ടത്, അതവ് പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, 4 മണിക്കൂറുകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. 4 മണിക്കൂറുകൾ നമ്മുടെ സമയത്തിൽ നമ്മൾ കണ്ടെത്തണം. ഒരു ദിവസത്തിൽ 4 കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന രാത്രി കാണുന്ന ഫുട്ബോളോ അതിനുള്ള സമയത്തിലുണ്ടോ? വാട്സപ്പിൽ കളിക്കുന്ന സമയം ഇതിലുണ്ടോ? ഫേസ്ബുക്കിൽ കളിക്കുന്നത്, IPL കാണുന്നത്, ഇതൊക്കെ ഇതിലുണ്ടോ? നമുക്ക് നോക്കാം. 4 കാര്യത്തിന് വേണ്ടിയിട്ടേ നിങ്ങൾ സമയം കണ്ടെത്താൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുന്നുണ്ട്. 1 സഅത്തുൻ യുനാജി ഫീഹാ റബ്ബ. ഒന്നാമത്തേത്, അല്ലാഹുമായിട്ട് ബന്ധം വെക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അല്ലാഹുമായിട്ട് ബന്ധം വെക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. എങ്ങനെയാണ് അല്ലാഹുമായിട്ട് ബന്ധം വെക്കുന്നത്? ഖുർആൻ ഓതുന്നത്, ദുആ ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്, അതുപോലെ ദിക്ർ ചൊല്ലുന്നത്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സഅത്തുൻ യുനാജി ഫീഹാ റബ്ബഹു. അല്ലാഹുമായിട്ട് അഭിമുഖം നടത്താനുള്ള സമയം കണ്ടെത്തണം. വസഅത്തുൻ യുഹാസിബു ഫീഹാ നഫ്സഹു. സ്വന്തം ശരീരത്തെ വിചാരണ നടത്താൻ ഒരു സമയം കണ്ടെത്തണം. സ്വന്തം ശരീരത്തെ വിചാരണ നടത്താൻ ഒരു സമയം കണ്ടെത്തണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കാട്ടിക്കൂട്ടിയത്? നന്മയാണോ കൂടുതൽ, തിന്മയാണോ കൂടുതൽ? ഇതിനു വേണ്ടിയിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. വസാഅത്തുൻ തുഫക്കിറു ഫീഹാ സുന്നഅല്ലാഹ്.
അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം കണ്ടെത്തണം. രാത്രിയാകുന്നുണ്ട്, പകലാകുന്നുണ്ട്, ആകാശങ്ങളുണ്ട്, ഭൂമിയുണ്ട്. ആരാണ് ഈ ആകാശങ്ങൾ സൃഷ്ടിച്ചത്? ഇത്രയും ചെറിയൊരു സദസ്സ് നിർമ്മിക്കാൻ ഇത്രയും 100 കണക്കിന് തൂണുകളാണ് ഇവിടെ ഉപയോഗിച്ചത്. പ്രശാന്തമായി സമാന്തരമായി നീണ്ടുകിടക്കുന്ന ആകാശങ്ങൾക്ക് ഒരു തൂണ് പോലും ഇല്ലല്ലോ. ഇത് ആരാണ് സൃഷ്ടിച്ചത്? രാത്രിയാകുന്നുണ്ട്, പകലാകുന്നുണ്ട്, ഇത് ആരാണ് സൃഷ്ടിച്ചത്? രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ വൈകുന്നേരമാകുമ്പോൾ അസ്തമിക്കുന്നുണ്ടല്ലോ. എന്നാൽ ജനിച്ച എനിക്കൊരു മരണമുണ്ടല്ലോ. ഒന്നാമത്തെ രാത്രി ചെറിയ കഷ്ണമായിട്ട് ചന്ദ്രൻ വരുന്നുണ്ടല്ലോ. 14 ആകുമ്പോൾ ഒരു പൂർണ്ണമായ ചന്ദ്രനാകുന്നുണ്ടല്ലോ. ഒരു 20 ആകുമ്പോഴേക്കും ആ ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്നുണ്ടല്ലോ. എന്നാൽ എന്താണ് ഈ സൂചന നൽകുന്നത്? ചെറിയ കുട്ടിയായി വളർന്ന് ഞാനും ഒരു വയസ്സനായി മരിക്കാൻ പോവുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാൻ സമയം കണ്ടെത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അധ്വാനിക്കാനുള്ള സമയം കണ്ടെത്തണം, ജോലി ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. ദുനിയാവും വേണം, ആഖിറം വേണം. ചെയിന് കിട്ടിയ അൽഹംദുലില്ലാഹ്, ചെയിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ആരും കുറക്കാൻ പോകണ്ട. ഓഫീസുമായി ബന്ധപ്പെട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു, 11 മണി. പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? നേരത്തെ തുടങ്ങുന്ന അഭിപ്രായം കണ്ടു. 1 അരമണിക്കൂർ ഞാൻ പറയണോ? നിങ്ങൾ ഇരിക്കുവോ? ഇത്രയും തന്നെ വലിയ ഭാഗ്യം. 1 അരമണിക്കൂർ കൂടി അല്ലാഹു ബഹുമാനപ്പെട്ട കബീർ വൈസി ഉസ്താദിന്റെ കൂടെ. അതെ, എനിക്ക് നാളെ ഖുതുബ ഉണ്ട് രാവിലെ. ചെറുത്തൂരാന്ന് നാട്ടിൽ പോയിട്ട് രാവിലെ ഖുതുബക്കൊക്കെ വരാനുള്ളതാണ്. 1 അരമണിക്കൂർ ഞാൻ പറയാം. ഞാൻ വിഷയമൊന്നും പൂർത്തിയായിട്ടില്ല, തുടങ്ങിയ വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. തുടങ്ങിയ 1 അരമണിക്കൂർ കൂടി ഞാൻ വേഗം പറയാം. സ്പീഡ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആമുഖം പറയാത്തത്. ഒക്കെ ചുരുക്കിയിട്ട് അതൊക്കെ പറയുന്നതിന് ഈ സമയം മാക്സിമം വാതിന് തന്നെ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഏതായാലും 1 അരമണിക്കൂർ കൂടി. അപ്പൊ എന്റെ ഉമ്മമാരോട് എനിക്ക് 4 കാര്യത്തിന് സമയം കണ്ടെത്തണം എന്നാണ്. 4 കാര്യത്തിൽ ഒന്ന് അള്ളാഹുമായിട്ടുള്ള അഭിമുഖം. അതൊക്കെ ഈ ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതൊക്കെ അതിൽപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, നിന്റെ ശരീരത്തെ ഒന്ന് വിചാരണ നടത്താൻ. രാത്തുറങ്ങുമ്പോൾ ഒരു വിചാരണ. 3 അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാൻ. 4 ഭക്ഷണത്തിനും പാചകത്തിനും ഭക്ഷണം കണ്ടുപിടിക്കാനും സമ്പാദിക്കാനും എല്ലാറ്റിനും സമയം. ഇതിന് 4-നല്ലാതെ സമയം നിങ്ങൾ കണ്ടെത്തരുത്. അപ്പോൾ എവിടെയാണ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള സമയം? ചാറ്റ് ചെയ്ത് ഉസ്താദുമാരോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെയാണ് ഈ കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ പറയട്ടെ, എന്തിനാണ് ഉസ്താദുമാരോട് ചാറ്റ് ചെയ്യുന്നത്? വഅദ് പറയുന്നവരായാലും പറയാത്തവരായാലും എന്ത് സംശയമുണ്ടാവട്ടെ, എന്ത് മണ്ണാകട്ടയുണ്ടെങ്കിലും എന്തിനാണ് ഉസ്താദുമാർക്ക് വിളിക്കുന്നത്? എന്തിനാ സംശയം ചോദിക്കാൻ ഉസ്താദുമാർക്ക് വിളിക്കുന്നത്? ആരാ പറഞ്ഞത്? വഅദ് പറയുന്ന ഉസ്താദുമാരാവട്ടെ ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്നത് കൊണ്ടും ഓൺലൈൻ സംവിധാനമായതുകൊണ്ടും തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ്. വഅദ് പറയുന്ന ഉസ്താദുമാർ, വഅദ് പറയാത്ത ഉസ്താദുമാർ, പള്ളിയുടെ ഖതീബന്മാർ, എന്തിനാണ് എന്റെ സഹോദരിമാരെ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്? വാട്സപ്പിൽ എന്തിനാണ് ചാറ്റ് ചെയ്യുന്നത്? ഫേസ്ബുക്കിൽ എന്തിനാണ് ചാറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആങ്ങളമാരോട് പറഞ്ഞുവിട്, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞുവിട്, നിങ്ങളുടെ ഉപ്പമാരോട് പറഞ്ഞുവിട്. അല്ലാതെ ഹറാമല്ലാതെ പിന്നെ എന്താണത്? നമ്മളിങ്ങനെ വേല പറയാ പെണ്ണെ നീ ചാറ്റ് ചെയ്യരുത്, ചെറുപ്പക്കാരെ അഭിഹിത ബന്ധം വെക്കരുത്, എന്നിട്ട് നമ്മൾ തന്നെ സംസാരിക്കാൻ നിന്നാലോ? അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് വളരെ കർശനമായി ഞാൻ പറയാണ്, അള്ളാഹുവിന്റെ ശാപമുണ്ടാകുന്ന, അള്ളാഹു ശിക്ഷ തരുന്ന വിഷയങ്ങളാണിത്. ഉസ്താദുമാരോട് സംസാരിക്കൽ അനുവദനീയമല്ല. ആരാണ് പറഞ്ഞത്? ഫേസ്ബുക്കിലുള്ള മെസ്സഞ്ചറിലൂടെ, വാട്സപ്പിലുള്ള ചാറ്റിംഗ്, ഒരു ചാറ്റിംഗും ഒരു സലാം പറയലും അനുവദനീയമല്ല. നിങ്ങൾ സംശയം ചോദിക്കാനും വിളിക്കും വേണ്ട, ഒരാളുമായി ബന്ധം വെക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഉപ്പയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ ആങ്ങളമാരോട്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംശയം ചോദിച്ച് എഴുതിവിടുക. അതിനുള്ള മറുപടി ഉസ്താദ് മക്കളോട് നൽകും. അല്ലാതെ ഫോൺ മുഖേനയുള്ള ബന്ധം അത് നാശങ്ങൾക്കാണ് ഇവിടെ കാരണമാവുന്നത്. അപകടങ്ങളാണ് വരുത്തിവെക്കുന്നത്. അത് അപകടങ്ങളെ ഇവിടെ വരുത്തിവെച്ചിട്ടുള്ളൂ. പുതിയ ട്രെൻഡാണ് അതൊക്കെ, പുതിയ ട്രെൻഡാണ്. ഒരു ട്രെൻഡ്
എന്ത് ട്രെൻഡ് ഇത്? ആഭാസങ്ങളുടെ ട്രെൻഡോ? എന്ത് ട്രെൻഡ് ഇത്? ആരാ ഈ ട്രെൻഡൊക്കെ പഠിപ്പിച്ചത്?